ഇന്ന് ഹെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആ ടോപ്പിക്ക് നമുക്കൊരു കഥ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാം. എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു. ഒരു 30 ഇയർ ഓൾഡ് മെയിലാണ്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി ഫുള്ള് ഫിറ്റാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഒരു 75 കിലോഗ്രാം വെയിറ്റേ ഉള്ളൂ. വേറെ കോമോബിഡിറ്റീസ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ എണീക്കും. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ഒരു മോർണിംഗ് വാക്കിനോ റണ്ണിങ്ങിനോ അങ്ങനെയൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ജോലിയുമുള്ള ആളാണ്. അത്യാവശ്യം പൈസ ഏൺ ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിനൊരു ഹെൽത്തി ഫീൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അതായത് ചില സമയത്ത് ഒരു സങ്കടം വരും. അതുപോലെ ഒരു ഉള്ള കാര്യങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഫിസിക്കലാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ്ലി ഫിറ്റാണ്. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തിലാണെങ്കിൽ 3 ഘടകങ്ങളുണ്ട്. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ. ഈ 3 ഘടകങ്ങളിലും അദ്ദേഹം ഒരു മോഡറേറ്റ് ലെവലിൽ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇക്വിലിബ്രിയം, ഒരു നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഏതൊരു കാര്യമായാലും ആ ലെവലിലാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് കാര്യം ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ്, അതുപോലെ ഒരുപാട് കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇദ്ദേഹം ഫസ്റ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫിസിക്കലി ആരോഗ്യവാനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മെൻ്റൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് കുറച്ച് താറുമാറാണ്. അത് മേ ബി അദ്ദേഹത്തിൻ്റെ ജോലി കാരണമുള്ള സ്ട്രെസ്സായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്സായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, അതായിരിക്കാം. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഫിസിക്കലി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് പോലും അദ്ദേഹത്തിനൊരു ഹെൽത്തി ഫീൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിന് കിട്ടാത്തത്. ഇനി രണ്ടാമതൊരാൾ ഒരു 30 ഇയർ മെയിൽ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും ഫിസിക്കലി പെർഫെക്റ്റ്ലി ഫിറ്റാണ്, അതുപോലെ മെൻ്റലിയും ഫിറ്റാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ആരോഗ്യം, അതായത് ഒരു ഹെൽത്തി മൈൻഡ് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം ഫിസിക്കലി ഫിറ്റാണ്, അതുപോലെ ജോലി ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, കളിക്കാൻ പോകുന്നുണ്ട്, ഓടാൻ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട്, മാതാപിതാക്കളായിട്ട് അത്ര ഒരു രസത്തിലല്ല പോകുന്നത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ എലമെൻറ്റ്, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ, അത് സോഷ്യൽ സർക്കിൾ അദ്ദേഹത്തിൻ്റെ എന്താണ്, ഡിസ്റപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഏരിയയിൽ നമ്മൾ പലരും ഫിസിക്കൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കും. നമ്മളിപ്പോൾ ഭക്ഷണക്രമമായാലും ബാക്കി ആക്ടിവിറ്റീസ് ആയാലും ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘടകമാണ് മാക്സിമം ആൾക്കാർ മിസ്സാക്കി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഈ ഡയറ്റിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന പോലെ ജോലിയാണെങ്കിലും നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആകാൻ പാടില്ല. നമ്മൾ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. ഇപ്പോൾ ജോലി സമയം കഴിഞ്ഞ് വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അതുപോലെ ഫാമിലീൻ്റെ ഒപ്പം അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ഘടകങ്ങളും ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ, ഈ 3 ഘടകങ്ങളിലും ഒരു ഇക്വിലിബ്രിയം, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ലെവലിൽ വന്നാലേ അദ്ദേഹം ആരോഗ്യവാനെന്ന് പറയാൻ പറ്റുള്ളൂ. മിക്കവാറും ആൾക്കാർ മിസ്സാക്കുന്ന ഫീൽഡാണല്ലോ ഈ സെക്കൻഡും തേർഡും. ഇതിന് നമ്മളെ പാരൻസിനെ എടുത്ത് നോക്കിയാൽ മതി. അവരാണെങ്കിൽ ഹെൽത്തിൽ അത്യാവശ്യം ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരിക്കും, ഭക്ഷണക്രമമൊക്കെ ഇതാക്കും. പക്ഷേ അവരെ പറ്റി, അതായത് സെൽഫായിട്ട് അവർക്ക് വേണ്ടി ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോണും നമ്മളെ പാരൻസിന് ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് 55, 60, 65 വയസ്സായി കാണുമല്ലോ. അവരെ കയ്യിലുള്ള ഫോണും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അവരെ കയ്യിൽ ജസ്റ്റ് ചിലപ്പോൾ ഒരു സ്വിച്ച് ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ എന്തെങ്കിലും, ടച്ച് ആണെങ്കിൽ തന്നെ പണ്ടത്തെ ഏതെങ്കിലും ഒരു മോഡൽ ഫോണായിരിക്കും. അതെന്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്? അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. ചിലപ്പോൾ നമ്മളെ കയ്യിൽ പിടിച്ച ഫോണും അവർ മേടിച്ചു തന്നായിരിക്കും. നമ്മളിൽ iPhone 16 പ്രോയോ അല്ലെങ്കിൽ 17ഓ അതുമല്ലായിരിക്കും. അവരുടെ കയ്യിൽ ഏറ്റവും പഴയ ഒരു മോഡൽ. അതെന്താണ്, അവരുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, സെൽഫ് കെയർ അവർ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മളെ അണ്ടറിലുള്ള നമ്മളിപ്പോൾ നമ്മളെ കുട്ടികളായാലും വൈഫിനായാലും ഉമ്മാനായാലും ബാപ്പയായാലും നമ്മൾ നോക്കണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമുക്കായിട്ട് വേണ്ടി സെൽഫായിട്ട് എന്താണ് നമ്മളെ ഹാപ്പിനെസ്, അതിനുവേണ്ടി കുറച്ച് സമയം കൂടി മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ മിക്കവാറും ആൾക്കാർക്ക്, നമ്മളെ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു കെയർ കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ നമുക്കായിട്ട് തന്നെ ഒരു iPhone 16 Pro ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലും ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും കൂടി
ശ്രദ്ധ ചെലുത്തണം. നമ്മളെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു മതപരമായ ഇബാദത്തുകളിലൊക്കെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അതിന് കുറച്ച് സമയം എക്സ്ട്രാ മാറ്റി വെക്കുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ ഫാമിലീൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്താലാണ് ഹാപ്പിനെസ് എങ്കിൽ അതിനായിട്ടൊരു എക്സ്ട്രാ ടൈം കുറച്ച് മാറ്റി വെക്കുക. അങ്ങനെ നമുക്ക് സോഷ്യൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മളെ മെൻ്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.